ഈ സത്യസന്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ അതിനാരും പരിഭവം വിചാരിച്ചിട്ട് കാര്യമില്ല. ഈ രാജ്യത്ത് അതെ കൂടുതലിന് പറഞ്ഞാൽ പോകേണ്ട കാര്യമില്ല. നമുക്ക് നാളത്തോടെ കഴിഞ്ഞിട്ട് പറയുന്നതല്ല പറയുന്നേ. നിങ്ങളെല്ലാം ഇങ്ങനെ വരുന്നു. എന്നെ രണ്ട് ബിഗ് ടി വിക്കാരാണ്. ബിഗ് ടി വിക്കാർ പലവരായി ഒരുപാട് വിളിച്ചു. അവർ വലിയ ബിഗായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ആദ്യം വന്നപ്പോഴേ അറിഞ്ഞത്. എന്നാൽ നിങ്ങളെ കണ്ട് പറഞ്ഞയച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരുപാട് വർത്തമാനം പറയാനുള്ള വിഷയം ഇപ്പോൾ ഇല്ല. നാളെ റിസൾട്ട് വരുമ്പോഴല്ലേ നമുക്ക് പറയാനൊക്കെ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എക്സിറ്റ് പോൾ എല്ലായിടത്തും എല്ലാ കാലത്തും ശരിയാണെന്നില്ല. ഇപ്പൊ തന്നെ അവർ ഓരോന്നും കണക്കൊക്കെ എല്ലാം ബിർമയിലാണ് എല്ലാം നിൽക്കുന്നത്. ഈ ബിർമ നിൽക്കുമ്പോൾ BJP എന്ന് പറഞ്ഞ വലിയൊരു ഘടകം ഇവിടെ ഇപ്പോണ്ട്. അവരെ പലരും കാണുന്നില്ല. അവരും കുറെ സീറ്റ് പിടിക്കും. അവരുടെ കണക്കനുസരിച്ചാണ് 14 സീറ്റ് പിടിക്കുന്നത്. അതൊന്നും പിടിക്കാൻ പോകുന്നില്ല. അല്ല, അവർ അക്കൗണ്ട് തുറക്കും. അക്കൗണ്ട് തുറക്കുമ്പോൾ അവരും കുറച്ച് സീറ്റ് പിടിക്കും. അവരെ തന്നെ കണക്കൂട്ടാതെ ഓരോരുത്തരും ഇങ്ങനെ വിജയിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറിയ മാർജിൻ നിലയല്ല, ആരായാലും ചെറിയ മാർജിനിലെ ഭൂരിപക്ഷം ഉണ്ടാകും. എന്റെ കണക്കൂട്ടനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് പോകാൻ നേരത്ത് ഇവിടുത്തെ പാവങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. 60 ലക്ഷത്തോളം പാവങ്ങൾക്കാണ് 4,000 രൂപ ഇവിടെ കൊടുത്തത്. അതിനെല്ലാം പ്രതിഫലനം കാണാതിരിക്കുമോ? അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ എക്സിറ്റ് പോളിലെല്ലാം ഉപരി LDFയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അദ്ദേഹം വെറുതെ പറയത്തില്ല, അവഗാധമായി പഠിച്ചിട്ടായിരിക്കണം. അദ്ദേഹം പറഞ്ഞത് LDF വരും, UDFകാരും UDF വരും. പക്ഷെ എന്റെ കണക്ക് അനുസരിച്ച്, എന്റെ ചിന്ത അനുസരിച്ച്, എന്റെ മനസ്സിന്റെ ആഗ്രഹം അനുസരിച്ച് LDF ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്റെ വിചാരത്തെ നിങ്ങൾ വിമർശിക്കരുത്. അതെന്റെ ആഗ്രഹം, എന്റെ വിശ്വാസമാണ്. എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. തീർച്ചയായിട്ടും രക്ഷിക്കും. UDF ഇവിടെ ഭരണത്തിൽ വന്നാൽ പിറ്റേ ദിവസം ഇടിപിടിയല്ലേ വരാൻ പോണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. UDF ഇവിടെ ഭരണത്തിൽ വരാൻ പോകില്ല. വന്നാൽ തന്നെയുള്ള സ്ഥിതി എന്താണ്? കലഹമല്ലേ നടക്കുന്നത്? ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി എത്ര പേരാണ് പരസ്പരം മത്സരിക്കുന്നത്? അതിന് ഹൈക്കമാൻഡ് കയറി വിലങ്ങിടുന്നത്. ഇപ്പൊ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഭരണം കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഭരണം കിട്ടിയാലുള്ള സ്ഥിതി എന്താണ്? അതെ, അവർക്ക് അക്കൗണ്ട് പറഞ്ഞാലുള്ള ദോഷം എന്താണ്? ഇന്ത്യ ഭരിക്കുന്നവരല്ലേ. ഇത് ബംഗാളിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഭൂരിപക്ഷം. അപ്പൊ BJP അത്ര ചെറുതായി എന്തിനാണ് കാണുന്നത്? ഇന്ത്യയിൽ നിന്ന് മഹാഭൂരിപക്ഷം സ്റ്റേറ്റുകളും BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ BJPയുടെ ഭരണം ഇവിടെ മോശമാണെന്നൊന്നും പറയാൻ ഒക്കത്തില്ല ആൾ ഇന്ത്യ ബേസിസിൽ. അപ്പൊ അവർക്കിവിടെ കുറെ സീറ്റ് കിട്ടിയാലോ, അവർക്ക് അക്കൗണ്ട് തുറന്നാലോ അത് ഇവിടെ ഈ രാജ്യത്ത് വലിയ സുനാമി സംഭവിക്കുന്നൊന്നും ആരും ധരിക്കേണ്ട കാര്യമില്ല. തിരുവനന്തപുരം സൈഡിലായിരിക്കും കൂടുതലും. തിരുവനന്തപുരം ജില്ലയിലായിരിക്കും കൂടുതലും. അത് ഒന്നും സംഭവിക്കില്ല. ഒന്നുമില്ലെങ്കിൽ ഒരു തിരുത്തൽ ശക്തിയായിട്ട് അവരിവിടെ ഉണ്ടാവുമല്ലോ. അത് മുസ്ലിം ലീഗ് പറയാമോ? അപ്പൊ ഈ ഹൈക്കമാൻഡ് ആരാ? കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഹൈക്കമാൻഡും പറഞ്ഞാൽ അവരുടെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് അവർ തീരുമാനിക്കുന്നു. അപ്പോൾ പണക്കാട്ട് എന്ന് പറയുന്നത് സതീശനായിരിക്കുന്നു. പണക്കാട് അപ്പൊ ആരാണ് ഹൈക്കമാൻഡ്? പണക്കാട്ടാണ് ഇപ്പൊ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റിദ്ധരിക്കാൻ അത് തെറ്റാണെന്ന് പറയാൻ നിൽക്കുമോ? ഏതായാലും എത്ര വലിയവരായാലും ചെറിയവരായാലും പറഞ്ഞത് ശരിയായില്ല. അത് പറയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഒരു ഘടകകക്ഷി എന്നതിൽ അവർക്കില്ല. എന്നെക്കൊണ്ടുള്ള ആരുമില്ലാത്തവർക്ക് പറയാം. ഒരു ഘടകകക്ഷി എന്ന നിലയിലുള്ള ആളുകൾ മുസ്ലിം ലീഗിന്റെ ഇപ്പം മനസ്സിലായില്ലേ,
ഈ ഇടതുപക്ഷ ഭരണമല്ല ഇന്ന് UDF ഭരണം വന്നാൽ ഇവിടെ ഭരിക്കുന്നത് ആരായിരിക്കും? ലീഗ് ആയിരിക്കും ഇപ്പൊ തന്നെ തോന്നാവുന്ന ഒരു ചിന്തയിലായില്ലേ ഇവിടെ കാര്യങ്ങൾ. പണ്ടും തന്നെ എന്താ പാവപ്പെട്ട ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് വകുപ്പും അതുപോലെ മന്ത്രിയും എവിടുന്നാ പ്രഖ്യാപിച്ചത്? ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അത് അവർ ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ. അല്ല, ഞാൻ അവരാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എനിക്ക് ഒരു പേര് പറയേണ്ട എന്ത് കാര്യം? ലീഗ് അതൊക്കെ അവരവരുടെ പാർട്ടി തീരുമാനിക്കട്ടെ. കാരണം ഇതാണ് ഇപ്പോൾ ഭരണത്തിൽ വരാന്നതിന് മുമ്പ് തന്നെ VD സതീശനാകണമെന്നും അതല്ല രമേശ് ചെന്നിത്തലയാകണമെന്നും അതല്ല സെൻട്രലിൽ നിന്ന് വേണുഗോപാലിനാണ് എന്നുള്ള മത്സരം നമ്മളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരല്ലേ, നമ്മളെല്ലാം കാണുന്നുണ്ട്. ഇപ്പോഴേ കൂട്ടാടി തുടങ്ങി. ഇതെങ്ങനെ ഗ്രഹപ്പണിക്ക് സംഭവിച്ചു പോയാൽ കത്തിക്കുത്താണ്. ഇവിടെ ഭരണവും സുഖമായിട്ട് പോകാൻ പോകില്ല. എവിടെയാണ്? CPM പലയിടത്തും നഷ്ടമായിട്ടുണ്ട്. ഇനി ആലപ്പുഴയും നഷ്ടമാകും, പലയിടത്തും നഷ്ടമാകും. CPM പറ്റിയൊരു വലിയൊരു പരാജയം എന്ന് പറയുന്നത് ചിലയിടത്തല്ല അവർ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർക്ക് പരാജയം. മറ്റൊന്ന്, അണികൾ ഒരർപ്പണ മനോഭാവത്തോടുകൂടി ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല. ഒരു അലസ മനോഭാവം CPM അണികളിലുണ്ടായിട്ടുണ്ട്. പണ്ട് എനിക്ക് 90 വയസ്സാകാൻ പോവുകയും 89 കഴിഞ്ഞു ആകുന്നു. ഞാൻ ഒരുപാട് പാർട്ടി പ്രവർത്തനവും പാർട്ടിക്കാരുടെ വിവിധ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അടിത്തട്ടിലുള്ള ആളുകൾ കൂടുതൽ അഗാധമായി ഇറങ്ങി പ്രവർത്തിക്കാൻ, താഴെത്തട്ടിൽ നിന്ന് ഇറങ്ങി പ്രവർത്തിക്കുവാൻ വേണ്ടത്ര ആളുകൾ തയ്യാറായിട്ടില്ല എന്നാണ് പലയിടത്തും അനുഭവങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഒരു അലസത. 10 കൊല്ലത്തെ ഭരണം വന്നപ്പോൾ ഇനിയും കിട്ടിക്കൊള്ളുന്നുള്ള ഒരു ഭാവത്തിൽ അണികൾ പലതും ഒരു അലസഭാവം കാണിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അത് നാളത്തെ റിസൾട്ട് കാണുമ്പോൾ കാണാം. അങ്ങനെ ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. നിങ്ങൾ പറഞ്ഞാണ് ആദ്യം ഞാൻ കേൾക്കണം. ആദ്യം ആവശ്യമില്ലാത്ത ഒരു പറച്ചിലും നിങ്ങളിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇനിയും ഭരണം ഉണ്ടായാൽ സാക്ഷാൽ പിണറായി തന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഭരണം കൊണ്ട് ഒരു കുഴപ്പമില്ല. അദ്ദേഹം നല്ലവനാണ്, ശുദ്ധനാണ്, മാന്യനാണ്, മര്യാദക്കാരനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അണികളിലുള്ളത്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസ് പോരാ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കുറെ കൂടെ കാര്യക്ഷമവും ജനകീയമായ മുഖത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഭരണപക്ഷത്തിൽപ്പെട്ട മന്ത്രിമാർക്ക് പോലും MLA-മാർക്ക് പോലും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് പലപ്പോഴും നീതിയോ മാന്യമോ മര്യാദയോ ആയ സമീപനം കിട്ടിയിട്ടില്ല. പക്ഷേ ഒരിക്കലും പിണറായിയെ സമീപിച്ച് പറയുന്ന ആർക്കും അത് അടുത്തുള്ളവർക്കറിയാം. അകന്നു നിന്ന് പിണറായി അസസ് ചെയ്യണം. ഓരോരുത്തർ അടുത്തു നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളവരാരും പിണറായിയെ തള്ളി പറയാൻ സാധിക്കില്ല. അമ്പലപ്പുഴയിൽ ശക്തമായൊരു മത്സരമാണ്. അമ്പലപ്പുഴയിൽ
ആര് ജയിക്കുമെന്ന് പറയാൻ നിവർത്തില്ലാത്ത നിലയിൽ സുധാകരൻ സാഹിബിനും ആണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ജനപ്രിയനായിരുന്നു. ഏറെ ആളുകൾക്ക്, ആലപ്പുഴക്കാർക്കെന്നല്ല ആ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും വളരെ ജനകീയനായിരുന്നു, ജനപ്രിയനായിരുന്നു, വിദഗ്ധനായൊരു മന്ത്രിയായിരുന്നു. അദ്ദേഹം എന്തോ ഇന്ന് മാറി UDF സ്ഥാനാർത്ഥി സ്വതന്ത്രനായിട്ട് ഇന്ന് മത്സരിക്കുന്നു. അദ്ദേഹത്തിന് ശിഷ്യരായെന്ന ആളാണ് എതിരായിരിക്കുന്നത്. അവിടുത്തെ മത്സരത്തിന്റെ റിസൾട്ട് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആര് ജയിക്കുമെന്ന് തീർത്ത് പറയാൻ സാധിക്കില്ല. എന്നാലും മഹാഭൂരിപക്ഷം ആളുകൾ വിശ്വസിക്കുന്നത് സുധാകരൻ സാഹിബ് ജയിക്കുമെന്നാണ്. പൊതുവെ ആലപ്പുഴ കുറച്ച് കുഴപ്പമാണ്. ഉള്ളത് പറയണ ഒത്തു പറഞ്ഞ അല്ല, ആലപ്പുഴ പൊതുവെ അരൂര് ടൈറ്റ് ഫൈറ്റാണ്. ഞാൻ ആർക്കും ഒത്തു പറയുന്ന ഉള്ളത് പറയുമ്പോൾ നിങ്ങൾക്ക് സത്യസന്ധമായി അരൂര് നല്ല ടൈറ്റാണ്. അത് കഴിഞ്ഞാൽ അടുത്ത ചേർത്തല, അവിടെ വലിയ ടൈറ്റൊന്നുമില്ല. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിനെ ഈസിയായി ജയിക്കും. പിന്നെ ഞങ്ങളുടെ മണ്ഡലം താമരാക്ഷല്ല, ഞങ്ങളുടെ മണ്ഡലം തന്നെ അവിടെ നല്ല ടൈറ്റ് ഫൈറ്റാണ്. എന്നാലും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. അതിനപ്പുറയാണ് സുധാകരൻ സാഹിബിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പിന്നെ കുട്ടനാട് അത് മിക്കവാറും ഉച്ചയ്ക്ക് മുമ്പേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി തോറ്റിരിക്കും. എന്താ ചിരിക്കുന്നത്? മറ്റൊന്ന് എനിക്കറിയില്ല. നമുക്ക് ഒരാഗ്രഹമല്ലേ ഇപ്പൊ. എനിക്ക് രാഷ്ട്രീയ മോഹമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ നിഷ്പക്ഷമായിട്ടുള്ള അഭിപ്രായം പറയുന്നത്. റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. കാരണം അദ്ദേഹം അങ്ങനെ പോകരുത്. കാരണം 100 കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം കിട്ടിയ അദ്ദേഹം ഒരിക്കലും പോകരുത്. അങ്ങനെ കൊള്ളാവുന്നൊരു പൊതുപ്രവർത്തനാണ്, രാഷ്ട്രീയ പ്രവർത്തനാണ്. അതെന്തിനാ വനവാസത്തിന് പോണത്? ആവേശം കയറിയ അനാവശ്യമായ അഭിപ്രായം പറഞ്ഞിട്ട് അങ്ങനെ ഒരു ക്രൂരകൃത്യം അദ്ദേഹം ചെയ്യരുതേ എന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. എനിക്കൊരു ഇടയ്ക്ക് പ്രശ്നാധിഷ്ഠിതമായിട്ട് അഭിപ്രായങ്ങൾ പറയും. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായം. ഞാൻ അദ്ദേഹത്തെ എറിഞ്ഞ കാര്യം തന്നെ. ഞാൻ അദ്ദേഹത്തിന്റെ സ്ഥാനം വഹിക്കുന്നില്ല, അദ്ദേഹം എന്റെ സ്ഥാനവും വഹിക്കുന്നില്ല. പിന്നെ അഭിപ്രായങ്ങൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലതും എനിക്ക് യോജിപ്പുണ്ടാകും. നീക്കറിയാലോ, പണ്ട് ഞങ്ങൾ ചക്കരയും പീരായിട്ട് നടന്നതല്ലേ. എന്റെ തെറ്റിപ്പോയി, എന്നെ അവഗണിക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യല. അനുഗ്രഹിക്കാത്ത ദേവി എന്തിനാ കുമ്പിടണം? ആർക്ക്? ഞാനിപ്പോ പിന്തുണ കൊടുക്കുന്ന കാര്യമില്ല. ഇലക്ഷൻ കഴിഞ്ഞില്ലേ? പ്ലീസ്, ഇനി ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പറയാനും പറ്റില്ല. മന്ത്രിമാരെല്ലാം ജയിക്കുമോ എന്ന് പ്രവചിക്കാൻ ഞാൻ ഒരു കേരള അടിസ്ഥാനത്തിൽ ഒന്നും രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഞാനൊരു പാവപ്പെട്ട സമുദായ പ്രവർത്തനല്ലേ. എനിക്ക് എന്നെ ചുക്കും ചുണ്ണാമ്പ് പറയാമോ? എന്നെ വെറുതെ വിട്ടേ കേട്ടോ.